രീതിയിലുള്ള വൈറസ് രോഗാണുക്കൾ എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള സൂക്ഷ്മാണുക്കളെ പറ്റി നമ്മൾ കേൾക്കുന്നുണ്ട്. വൈറസ്, ബാക്ടീരിയ പറഞ്ഞ പോലെ. അതിൽ ആ സൂക്ഷ്മാണുക്കളിൽ ഒരെണ്ണമാണ് വൈറസ് എന്ന് പറയുന്നത്. അത് പരത്തുന്ന കുറേ രോഗങ്ങളെ പറ്റി നമ്മൾ കേൾക്കുന്നുണ്ട്. ശരിക്കും എന്താണ് ഈ വൈറസ് എന്ന് പറയുന്നത്? സൂക്ഷ്മാണു വിറിയോൺ, അതായത് വിഷം എന്നാണ് അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം. ഒരു വിറിയോൺ മറ്റുള്ളവരിലേക്ക് അസുഖം പകർത്താൻ കഴിവുള്ളതാണ്. അതായത് ഡെഡ് വൈറസ്, ജീവനുള്ള ഒരു വൈറസാണ് വിറിയോൺ. ഈ വൈറസുകൾക്ക് പല പ്രത്യേകതകളുണ്ട്. മറ്റ് സൂക്ഷ്മാണുക്കളെ പോലെയോ മറ്റ് കോശങ്ങളെ പോലെയോ അല്ല അവ നിലനിൽക്കുന്നത്. അവയുടെ ജനറ്റിക് മെറ്റീരിയൽ, അതായത് അവയുടെ ജനറ്റിക് മെറ്റീരിയൽ ഒന്നുകിൽ RNA അല്ലെങ്കിൽ DNA, ഏതെങ്കിലും ഒന്നേ വേണം. അങ്ങനെ തന്നെ ഈ വൈറസുകളെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. DNA വൈറസുകളെന്നും RNA വൈറസുകളെന്നും. പിന്നെ ഈ വൈറസുകൾ കോശത്തിനകത്ത്, ജീവനുള്ള കോശത്തിനകത്തെ അതിന് ജീവിക്കാൻ പറ്റുള്ളൂ. അതായത് മനുഷ്യ ശരീരത്തിൽ ആനിമൽസ്, ബേർഡ്സ്, ഫ്ലൈസ് എല്ലാറ്റിനകത്തും കോശങ്ങൾക്കകത്ത് അതിന് ജീവിക്കാൻ പറ്റുള്ളൂ. അതാണ് വൈറസ്. പിന്നെ ഇതിന് പല ഷേപ്പാണ്, ആകൃതി വ്യത്യസ്തമാണ്. ഇന്ന് ഒരു 63 കുടുംബങ്ങളിലായി 30,000-ലേറെ വൈറസുകൾ ലോകത്ത് നിലവിലുണ്ട്. ഓരോ തവണയും നമ്പർ കൂടിക്കൂടി വരുന്നുണ്ട്. അത് സാധാരണ ഉള്ള വൈറസുകളിലുള്ള മ്യൂട്ടേഷൻ വെച്ച് പുതിയ വൈറസുകൾ ഉണ്ടാകുന്നതാണ് അതിന് കാരണം.